നേരത്തെ ഉണ്ടായിരുന്ന ഒരു അഭ്യൂഹത്തിൽ വ്യക്തത ഉണ്ടാവുന്നു. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ മുൻ എ സുരേഷ് മലമ്പുഴയിൽ യുഡിഎഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. കോൺഗ്രസ് നേതാക്കൾ സുരേഷുമായി ചർച്ച നടത്തി. വി.ഡി. സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്ര നാളെയാണ് പാലക്കാട് എത്തുക. പാലക്കാട് എത്തുമ്പോൾ സുരേഷ് അതിൻ്റെ ഭാഗമാവും. ഇതാണ് ഇപ്പോഴത്തെ തീരുമാനം. എന്തായാലും സുരേഷ് തന്നെ ഈ ചർച്ചകളെല്ലാം സ്ഥിരീകരിക്കുകയാണ്. ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിലും ഒപ്പം താൻ ഇനി യുഡിഎഫിന്റെ കോൺഗ്രസിന്റെ സഹയാത്രികനാകുന്നു എന്ന കാര്യത്തിലും സ്ഥിരീകരണം നടത്തുകയാണ് എ സുരേഷ്. അദ്ദേഹത്തിന്റെ വാക്ക്. യുഡിഎഫിന്റെ ഉന്നത നേതാക്കൾ തന്നെ ജാഥയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ക്ഷണിക്കുകയും ചെയ്തു. നിരന്തരം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെയാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള നേതാക്കൾ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചത്. പാർട്ടിന്ന് ഇനിയൊരു വിശ്വാസമുണ്ടോ? അല്ല, ഞാൻ എൻ്റെ നിലപാടും ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ നിലപാടിൽ ഒരിക്കലും ഞാൻ മായം കലർത്താനോ വെള്ളം ചേർക്കാനോ തയ്യാറല്ല. ആ ഇടതുപക്ഷ നിലപാട് കൂടി തന്നെ ഞാൻ അവരോട് പറഞ്ഞു. ഞാൻ സ്വതന്ത്രമായിട്ടുള്ള ചിന്താഗതി നിലപാടുള്ള ഒരാളാണ് എന്ന് അവരോട് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഇന്നലെയും അത് അവരോട് പറഞ്ഞിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണോ? തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ്. നാളെ ജാഥയിൽ പങ്കെടുക്കണം എന്നുള്ളതാണോ ആവശ്യം? ജാഥയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ പറയാമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. സുരേഷ് സസ്പെൻസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്. നാളെ പുതുയുഗ യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് എ സുരേഷ് ഒരു പുതിയ രാഷ്ട്രീയ നീക്കം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഒപ്പം യുഡിഎഫിനും ഇതൊരു വലിയ ആയുധമാണ്. CB അനുമോദ് ചേരുന്നുണ്ട് പാലക്കാട് നിന്നും. അനുമോദ്, സുരേഷ് ഒരു പ്രധാനപ്പെട്ട മുഖമാണ്. യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നതൊന്നും അത്ര വലിയ രാഷ്ട്രീയ വിഷയമാവേണ്ടതല്ല. പക്ഷേ എ സുരേഷ് മുഖമാണ്. കാരണം ദീർഘനാളുകൾ VS ഒപ്പം ഉണ്ടായിരുന്നു. അത് VSന്റെ PA ആയിരുന്നു എന്നത് തന്നെയാണ് സുരേഷിന് കിട്ടുന്ന ഒരു പ്രാധാന്യം. പിന്നീട് CPM-ൽ നിന്ന് പുറത്തു പോകുന്നതിൻ്റെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും സുരേഷ് ഒരു മുഖമാണ്. അത് അവതരിപ്പിക്കുക എന്ന നീക്കത്തിൽ തന്നെയാണ് കോൺഗ്രസും. അപ്പോൾ നാളെ എന്തായാലും പുതിയുഗ യാത്രയിൽ പ്രവേശിച്ചുകൊണ്ട് കോൺഗ്രസ് സഹയാത്രികനാകുക എന്ന പ്രഖ്യാപനം സുരേഷ് നടത്തും. അങ്ങനെ തന്നെയല്ലേ? മൂന്നാം സ്ഥാനത്ത് പോകുന്ന മലമ്പുഴ സ്വാഭാവികമായും സുരേഷിന് കിട്ടാവുന്ന ഒരു അവസരം തന്നെയാണ്. സജിത്ത്, വി.ഡി. സതീശൻ ഒരുപാട് വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞതിൽ ഒരു വിസ്മയമായിട്ട് നമുക്ക് എ സുരേഷിന്റെ UDF-നൊപ്പമുള്ള ഈ ഒരു കടന്നുവരവിനെ കണക്കാക്കാമെന്ന് വേണം കരുതുവാൻ. പ്രത്യേകിച്ച് മലമ്പുഴയിൽ അദ്ദേഹം മത്സരിക്കാനുള്ള ഒരു സാധ്യത നമുക്കറിയാം. വി.എസ്. അച്യുതാനന്ദന്റെ PA എന്ന പേരിൽ തന്നെയാണ് അദ്ദേഹം ഏറെ ശ്രദ്ധേയനായത്. മാത്രമല്ല, വി.എസ്. അച്യുതാനന്ദൻ മലമ്പുഴയിലെ MLA ആയിരുന്നു. അത്തരത്തിൽ സുരേഷിന് മലമ്പുഴയിലും ബന്ധങ്ങളുണ്ട് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. ഈ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് മറുപടി നൽകുവാൻ ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നിരുന്ന, ഇടതുപക്ഷത്തിന്റെ മുഖമായിരുന്ന, ഇടതുപക്ഷത്തിന്റെ നേതാവായിരുന്ന, VSന്റെ മനസാക്ഷിയായിരുന്ന എ സുരേഷ് മത്സരരംഗത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയ ഒരു ആയുധം തന്നെയാണ്. മലമ്പുഴയിൽ മാത്രമല്ല മറ്റ് മണ്ഡലങ്ങളിലും അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവർ കണക്ക് കൂട്ടുന്നുണ്ട്. എ സുരേഷ് ആകട്ടെ ഇക്കാര്യത്തിൽ സസ്പെൻസ് ബാക്കി വയ്ക്കുന്നില്ല. അദ്ദേഹത്തെ ക്ഷണിച്ചതായിട്ടും അദ്ദേഹം ഈ പുതുയുഗ യാത്രയുടെ ഭാഗമാകുമെന്ന സൂചനകളും അദ്ദേഹം നൽകി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്നവർ UDF-നൊപ്പം ചേരാനുള്ള ഒരു വലിയ നീക്കം, കൂട്ടമായി ചേരാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. പക്ഷെ അത് പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു ഒരു കൂട്ടമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു സംഘമായിട്ടുള്ള നീക്കമായിട്ട് അതിനെ കാണാൻ കഴിയുകയില്ല ഈ ഘട്ടത്തിൽ. പക്ഷേ പലയിടങ്ങളിലും സമാനമായ രീതിയിലുള്ള ഇടത് പക്ഷത്തുണ്ടായിരുന്ന, ഇപ്പോൾ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കാത്ത പല നേതാക്കളെയും UDF ഒപ്പം ചേർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ എ സുരേഷിൻ്റെ UDF-നൊപ്പമുള്ള യാത്ര ഏകദേശം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം മലമ്പുഴയിൽ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ തന്നെയാണ് സൂചനകൾ വരുന്നത്. നാളെ വി.ഡി. സതീശൻ്റെ യാത്ര പാലക്കാടെത്തുമ്പോൾ അതിൽ സുരേഷ് പങ്കെടുക്കുന്നതോടെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണമാകും, പ്രഖ്യാപനമാകും. ഇനി കാത്തിരിക്കുന്നത് മറ്റ് പല പ്രമുഖരെയും പാലക്കാട് UDF കാത്തിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം PK ശശി തന്നെയാണ്. ശശിയുടെ കാര്യത്തിൽ എന്താകും എന്നുള്ളത് കൂടിയാണ് പ്രധാനമായിട്ടും അറിയേണ്ടത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പാലക്കാട് UDF-ന്റെ വിസ്മയിപ്പിക്കുന്ന കണക്കുകൾ ഇനിയും കൂടാൻ തന്നെയാണ് സാധ്യത. സജിത്ത്. പാലക്കാട് എന്തായാലും നാളെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കത്തിന് സാധ്യതയുണ്ട്. അനുമോദ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പാലക്കാട് എ സുരേഷിൻ്റെ കാര്യം മാത്രമല്ല, PK ശശിയും ചില സസ്പെൻസുകൾ ബാക്കി നിർത്തുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കാമെന്നതാണ് സാഹചര്യം. എന്തായാലും സുരേഷ് വ്യക്തമാക്കുന്നു, നേതൃത്വം തന്നെ പല തവണ ബന്ധപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ആ മാറ്റം അത് സംഭവിക്കാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ് എ സുരേഷ് മുന്നോട്ട് വയ്ക്കുന്നത്. PK ശശിയുടെ കാര്യത്തിലും എന്ത് സംഭവിക്കുമെന്നത് കണ്ടറിയണം. അങ്ങനെയെങ്കിൽ പുതുയുഗ യാത്ര പാലക്കാട് ജില്ലയിൽ 2 വിസ്മയങ്ങൾ
ഉണ്ടാക്കിയേക്കാം. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ രാഷ്ട്രീയ നീക്കത്തിലാണ് കാത്തിരിക്കുന്നത്.